അത്യുന്നതനായ ദൈവത്തിന് സ്തോത്രം. നമ്മെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് മരുഭൂമി യാത്ര സുരക്ഷിതമായി പ്രാപിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും വളരെ പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവിന് സ്തോത്രം. പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് ആശ്വാസവർഷങ്ങൾ നൽകി പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. അല്പനിമിഷങ്ങൾ സമയം എപ്പോൾ നിർത്തണമെന്ന് പറയേണ്ട ആവശ്യമില്ല. കാര്യം സഭായോഗം നിർത്തുന്ന സമയം എനിക്കറിയാം കൃത്യമായി. അബേൻ നിർത്തുവാനും താല്പര്യപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. അല്പസമയത്തിലെ ചിന്തയ്ക്കായി ഒരു വേദഭാഗത്തിലേക്ക് വേഗം നമുക്ക് കടന്നു വരാം. എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അത് ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ആലയവും അല്ലെങ്കിൽ പർവ്വതവും അതിൻ്റെ ചുറ്റുപാടുകളും എന്തായിരിക്കണം? വിശുദ്ധം ആയിരിക്കണം. ആമേൻ. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കകം എല്ലാം അതിവിശുദ്ധം ആയിരിക്കണം. പർവ്വതവും അതിൻ്റെ സ്ഥലങ്ങളും വിശുദ്ധം ആയിരിക്കണം. കാരണം അത്യുന്നതനായ ദൈവം ഇറങ്ങി വന്ന് സഹായിക്കുകയും ആരാധനയ്ക്കായി ഒരുക്കുകയും ചെയ്യുന്ന പർവ്വത മേടുകളുണ്ട്. ഹല്ലേലൂയ. അത്യുന്നതൻ തന്റെ മഹാശക്തിയോട് തന്റെ ദൂതസഞ്ചയത്തോടും കൂടെ ഇറങ്ങി വന്ന് ആരാധനയിൽ സന്തുഷ്ടനാകുന്ന കാണുവാൻ കഴിയുന്നു. മോശ സീനായിയുടെ മലമുകളിൽ കയറി ചെല്ലുവാൻ ദൈവകൽപ്പന പ്രകാരം കയറി ചെന്നു. 40 ദിവസം താൻ അവിടെ ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും അവിടെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ പ്രത്യേകം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ പർവ്വതത്തിന്റെ മുകളില് ഒരു മഹാസഭായോഗം കൂടി. നമ്മുടെ കണക്കിൽ നോക്കിയാൽ ആ വലിയ സഭായോഗത്തിൽ ഭൂമിയിൽ തന്റെ കൈകളുടെ പണിയായി മൂക്കിലെ ശ്വാസത്താൽ ജീവൻ പ്രാപിച്ച് കയറി ചെല്ലുവാൻ ഒരൊറ്റ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ദൈവനിയോഗപ്രകാരം ദൈവിക പ്രാണനുസരിച്ച് ദൈവം വിളിച്ചു കയറ്റി അവിടെ 40 ദിവസം മഹായോഗം സഭായോഗം നടന്നു. ദൂതസഞ്ചയത്തിന്റെ നടുവിൽ മനുഷ്യവർഗത്തിന്റെ കൂട്ടത്തിൽ ഒരുവൻ മാത്രമേ ആ സഭായോഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതിനെ കുറിച്ച് പറയുന്നത് മഹാസഭായോഗം. അത്യുന്നതൻ എവിടെയും ഇറങ്ങി വന്നാൽ അതാണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടത്ത് മഹാസഭായോഗം തന്നെയായിരിക്കും. ആളിന്റെ പെരുപ്പത്തിലല്ല, ആളിന്റെ എണ്ണത്തിന്റെ കൂട്ടത്തിലല്ല, ദൈവത്താൽ പർവ്വതമുകളിൽ ദൈവത്തോടുകൂടി ഒരു വ്യക്തി ഇരിക്കുമെങ്കിൽ അതാണ് മഹാസഭായോഗം. അതുകൊണ്ടാണ് പർവ്വതവും അതിന്റെ പരിസരങ്ങളും വിശുദ്ധമായിരിക്കേണ്ടത്. ഒരശുദ്ധനും പർവ്വതത്തോട് അടുക്കരുത്. അശുദ്ധൻ പർവ്വതത്തോടടുത്താൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. മഹാദൈവത്തിന്റെ വലിയ ശബ്ദമെന്ത്, പ്രമാണമെന്ത്, ആരും പർവ്വതത്തോടടുക്കരുത്. ഹല്ലേലൂയ.
പർവ്വതത്തോടെ അടുത്താൽ, ആര്? അശുദ്ധൻ പർവ്വതത്തോടടുത്താൽ അവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. അതെ കാര്യം, അവനെ ആരും തൊടാൻ പോലും, ആ ശവത്തെ തൊടാൻ പോലും പ്രമാണമില്ല. ഈ കൽക്കൂമ്പാരത്തിന്റെ അടിയിൽ ആണ് അവന്റെ ശവക്കോട്ടയായിരിക്കുന്നത്. ദൈവമക്കളെ, പഴയ നിയമത്തിന്റെ കഠിനമേറിയ അതികഠിനമായ ഉപദേശങ്ങളിലൊന്നാണ് പർവ്വതത്തോട് അടുക്കരുത്, അടുക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം. മറ്റൊന്ന്, പർവ്വതത്തോടെ അടുക്കുന്നവൻ തന്റെ വസ്ത്രം അലക്കി ശുദ്ധമുള്ളതായിരിക്കണം. ദൈവമക്കളെ, നമ്മുടെ വസ്ത്രത്തിൽ വല്ല അഴുക്കും വല്ല പാടുകളും കറകളും ഉണ്ടെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ അത് കഴുകി വിശുദ്ധമാക്കി അത് മാത്രമേ നാം പർവ്വതത്തോടെടുക്കാവൂ. കർത്താവ് പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, വിശുദ്ധിയുടെ പ്രമാണം ചോദിച്ചാൽ അവൻ പത്രോസ് പറഞ്ഞു, കർത്താവ് പറയും, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കണം. വിശുദ്ധിയുടെ മാനദണ്ഡം നമ്മൾ ഉണ്ടാക്കുന്നത് അല്ല, അത്യുന്നതൻ കൽപ്പിച്ചു തന്നിരിക്കുന്നതാണ്. അത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റുവാൻ പ്രമാണമില്ല. ദൈവിക കൽപ്പനയാണ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ആമേൻ, ആമേൻ. എന്റെ ഭാഷ പറഞ്ഞ സ്വർഗം തരിച്ചു കിടക്കില്ല. സ്വർഗം തരിച്ചു കിടന്നാൽ ഒരശുദ്ധനെയും അവിടെ എന്തോ ഇല്ല, കയറ്റത്തെ ഇല്ല. ഹല്ലേലൂയ, ആമേൻ. വിവിധ ഇടങ്ങളിൽ വിവിധ സഭാ സമൂഹങ്ങളിൽ പോയി സ്നാനപ്പെട്ടതിന് ശേഷം ലാസ്റ്റിൽ സ്നാനപ്പെടാനായിട്ട് വന്നത് നമ്മുടെ സഭയിലാണ്. ഈ സഭയിലാ വന്ന ആ വ്യക്തി, അദ്ദേഹത്തിന് ഇവിടെ കൂടെ ഒന്ന് മുങ്ങണം. ഹല്ലേലൂയ. ദൈവമക്കളെ നോക്കൂ, മേപ്രായിലുള്ള വ്യക്തി തന്നെയാ. ഞാൻ ആളിനെ ഒന്നും പറയുന്നില്ല, പറഞ്ഞാലറിയും. ഹല്ലേലൂയ. അദ്ദേഹം ഹല്ലേലൂയ ശാബതി പോയി സ്നാനപ്പെട്ടു, IPCയിൽ പോയി സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് CPMൽ പോയി സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ലാസ്റ്റ് വേറെയും ചിലയിടത്ത് സ്നാനപ്പെട്ടു. ലാസ്റ്റിലത്തെ സ്നാനം നടക്കുവാൻ താല്പര്യപ്പെട്ടു വന്നത് മേപ്രാൽ സഭയിലാണ്. കർത്താവിന് സ്തോത്രം. അതിനോട് എതിർത്ത വ്യക്തിയുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഈ വസ്തുത എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന് കാരണം, അങ്ങനെ കാണുന്നിടത്തൊക്കെ മുങ്ങിയത് കൊണ്ട് മുങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. എങ്ങനെയെന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രിയ ദൈവദാസൻ സ്നാനപ്പെടുത്തി, ഒഴുക്കുണ്ടായിരുന്നു, കയ്യിൽ നിന്ന് വഴുതി. അദ്ദേഹം എന്ത് ചെയ്തു? പോയി. അത് വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ അക്കരെ ഒരു പരുത്തിയുടെ കമ്പിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ മുങ്ങി ഇക്കരെ എത്തി, ഇവിടെ ഉണ്ടെന്ന്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞ കാര്യം ഹല്ലേലൂയ, അനേകരുടെയും മുങ്ങൽ ഇങ്ങനെയായിരിക്കുന്നു. കാരണം വിശുദ്ധൻ ആര്? അവൻ മാത്രമേ പർവ്വതത്തോടെ അടുക്കാവൂ. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധരാണോ? പഴയ നിയമത്തിൽ വിശുദ്ധനാകുവാൻ മഹാപുരോഹിതൻ ഉൾപ്പെടെ അൽമേനി വരെ അവർ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ വിടുതൽ പ്രാപിച്ചിരിക്കണം. അവർ ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത്തിനോ അവൻ വിടുതലിനു വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ അറുത്തതിന്റെ രക്തം തളിക്കുമ്പോൾ മഹാപുരോഹിതനു വേണ്ടി ഒരാടിനെ അറുക്കണം. മഹാപുരോഹിതനു വേണ്ടി മാത്രം ഒരാടിനെ അറുത്ത് അവൻ വിശുദ്ധീകരണത്തിന് ഒരുക്കുമ്പോൾ സർവജനത്തിനും വേണ്ടി ഒരാട് അറുക്കപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ.
കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നവരായ ഞങ്ങളും കർത്താവിന്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട നിങ്ങളും ഒരുപോലെ ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പ്രസംഗത്തിൽ പ്രസംഗിക്കാതിരിക്കുന്ന ഒരു വിഷയമാണ് രക്ഷിക്കപ്പെടണം, വിശുദ്ധരായിരിക്കണം, കർത്താവിന്റെ മടങ്ങി വരവ് എന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഇരിക്കുകയാണ്. കാരണം ഹല്ലേലൂയ, പ്രസംഗിക്കുന്ന വ്യക്തിക്ക് യേശു വരും, കൂടെ പാർക്കാമെന്ന് വിശ്വാസമില്ലാതിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനത് പ്രസംഗിക്കാൻ സാധ്യം അല്ലാതെയും വരും. കർത്താവിന് സ്തോത്രം. വേഗതയിൽ മുൻപോട്ട് നീങ്ങട്ടെ. പർവ്വതവും അതിന്റെ പരിസരവും വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധമായ ഒരു സ്ഥലത്ത് മാത്രമേ ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് തന്റെ പ്രവൃത്തി ചെയ്യുകയുള്ളൂ. ഹല്ലേലൂയ. 65 വയസ്സിൽ ദൈവിക അരുളപ്പാട് പ്രാപിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവം കാണിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ ഒരുങ്ങി ഇറങ്ങിയ ഒരു വിശുദ്ധനാണ് അബ്രഹാം. തന്റെ 65 വയസ്സിൽ മെസൊപ്പൊത്താമ്യയിൽ വെച്ച് ദൈവിക ദർശനവും ദൈവിക ശബ്ദവും കേട്ട് അവൻ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. നീണ്ട ഹല്ലേലൂയ ചില വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ പർവ്വതത്തിലേക്ക് പോകുകയാണ്. എന്തിനെ? ദൈവത്തെ ആരാധിക്കുവാൻ. അവിടെ യാഗമൃഗത്തെ കാണുന്നില്ല. ആരുണ്ട്? തന്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് കടന്നുപോയി. പർവ്വതത്തിന്റെ താഴ്വരയിൽ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും കൂടെ ചെന്ന് ദൈവത്തെ ആരാധിച്ചേച്ച് കടന്നു വരാം. നിങ്ങളെയും കൊണ്ട് ആരാധനയ്ക്ക് പോകാൻ പറ്റത്ത് ഇല്ല. അല്ലല്ലേ? കാരണം ഭൃത്യന്മാർ മലയുടെ താഴ്വരയിൽ വരെ, പർവ്വതത്തിന്റെ താഴ്വരയിൽ വരെ വന്നപ്പോൾ അടുത്ത മുകളിലേക്ക് പർവ്വതത്തിൽ കയറുവാൻ തന്റെ മകനെയും ചേർത്ത് അവൻ ദാസന്മാരോട് പറയുകയാണ്, നിങ്ങളെവിടെ ഇരിപ്പീൻ, നിങ്ങൾക്ക് അവിടെ വന്ന് അത്യുന്നതനായവൻ കൽപ്പിച്ചതിന്റെ മുൻപിൽ നിൽപ്പാൻ കഴിയില്ല, നിങ്ങളെവിടെ ഇരിപ്പീൻ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ഹല്ലേലൂയ. ഇവരെ ദാസന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് മലയുടെ മുകളിൽ കയറി ചെന്നാൽ ഹല്ലേലൂയ അവൻ അവരുടെ യജമാനപുത്രനായ ഇസഹാക്കിന്റെ കയ്യും കാലും കെട്ടുമ്പോൾ അവർ വയോധികനായ അബ്രഹാമിനെ പിടിച്ചു പുറത്താക്കും. ആമേൻ. ആരാധന അതിന്റെ നിലകളിൽ ചെയ്തെടുക്കണമെങ്കിൽ എന്റെയും നമ്മുടെയും ജീവിതത്തിൽ നമ്മോട് ചേർന്ന് നടക്കുന്ന ചില ഭൃത്യന്മാരെ അകറ്റിയിട്ട് മാത്രമേ പർവ്വതത്തിലേക്ക് കയറാവൂ. ആമേൻ. ഇന്ന് നമുക്ക് സ്നേഹമുള്ള, ഇഷ്ടമുള്ള ഒരുപാട് ലോക സ്നേഹത്തിന്റെ വഴികളുണ്ട്. അവയുമായി എന്നേക്കുമായി യാത്ര പറയാതെ ഒരു ദിവസം യാത്ര പറഞ്ഞു, പിറ്റേ ദിവസവും അതിലേക്ക് നീങ്ങി പിന്നെയും അതിനകത്ത് കുതിച്ചു മാറുമ്പോൾ ഹല്ലേലൂയ. എന്റെ ഭാഷയിൽ ശങ്കർനീസ് എഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന് കാര്യം, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് പർവ്വതത്തിൽ കയറുവാൻ ദൈവം അനുവദിച്ചിട്ട് ഇല്ല. താഴ്വരയിൽ അവരിന്ന് കൊള്ളുകയാണ്. മകനുമായി പർവ്വതത്തിന്റെ മുകളിൽ കയറി. മറ്റൊരു കാര്യം, കഴുതയുണ്ട്, അതിനെയും അവിടെ ഇരുത്തി. കഴുതയെ കൊണ്ടുപോകാഞ്ഞത് വിറക് തന്റെ മകൻ ചുമന്ന് കഴുതയെ കൊണ്ടുപോയി ചുമ്മിക്കാതെ പോകാനുള്ള കാരണം, കഴുതയെ അവിടെ കൊണ്ടുവന്ന് ഈ വിറകടുക്കിയ ശേഷം മകനെ കിടത്താൻ തുടങ്ങുമ്പോൾ കഴുത കാല് പറിച്ച് യാഗപീഠത്തെ തൊഴിക്കും. അനേക പ്രാകൃതര്, നികൃഷ്ട ബുദ്ധികള്, ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായിരിക്കുന്നവർ ഹല്ലേലൂയ യാഗപീഠം എന്ത് ചെയ്യും? ചവിട്ടിപ്പറിച്ച് ദൂരെ കളയും. യാഗം നടക്കത്തില്ല. ഇസഹാക്കിനെയും കൊണ്ട് അവർ സ്ഥലം വിടും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി
യാഗവസ്തുവാകുന്ന ഒരു നല്ല കർത്താവുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അബ്രഹാം മലയുടെ മുകളിൽ തന്റെ മകനെ യാഗം കഴിപ്പാൻ കയറിപ്പോയപ്പോൾ അതിലെ താഴ്വരയുടെ മുകൾ ഭാഗം മുഴുവൻ വിശുദ്ധമാണ്. കാരണം ദൂതന്മാരുടെ വലിയ സംശയം ആ പർവ്വതത്തിന്റെ മുകളില്, മോറിയയുടെ മുകളില് ദൂത സംശയങ്ങളുണ്ട്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, അത്യുന്നതനായവൻ തന്റെ വാക്കനുസരിച്ച് ചെയ്യുവാൻ തുടങ്ങുന്ന അബ്രഹാമിന് വേണ്ടി ഒരാട്ടുകൊറ്റന്റെ കഴുത്തില് ഒരു വള്ളി കെട്ടി അതുമായി അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം നീ ഞാനും ദൈവത്തിന്റെ പ്രമാണം അനുസരിപ്പാൻ, ദൈവം പറയുന്ന കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ദാസന്മാരെ പുറത്താക്കണം. അത് നമുക്ക് എല്ലാവർക്കും ഇച്ചിരി ഹല്ലേലൂയ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ഈ ഭൃത്യനാണ് ഒരുപാട് കാര്യങ്ങൾ ഈ യജമാന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെയാ ഈ ഭൃത്യനെ പൊക്കോളാൻ പറയാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഒരുപാട് ഭൃത്യന്മാർ ജീവിതത്തിലുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന് കാരണം ഇന്നും പലരും പല ഭൃത്യന്മാരുമായി കാലടികൾ വയ്ക്കുമ്പോൾ അത് പറയാത്ത കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാനായിട്ട് എന്തിനാ പറയുന്നത്? ഹല്ലേലൂയ. എന്തു പറഞ്ഞാലും ഞാൻ പറയുമെന്നുള്ള കാര്യം അറിയുകയും ചെയ്യാം. ഹല്ലേലൂയ. അത് പറയേണ്ടതൊക്കെ പറഞ്ഞേ മതിയാകെയുള്ളൂ. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാം വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ വിശുദ്ധിക്കു വേണ്ടി കാലടികൾ വെച്ചവരാണ്. അശുദ്ധിയുടെ ചേറ്റുകണ്ടത്തിൽ കിടന്ന് കുഴയുവാനല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ട് പരിചിതരായി ഉള്ള ഡോക്ടർമാർ വളരെ താല്പര്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ ഒരു ഡോക്ടർ ആട്ടിൻകുട്ടിയെ സന്തോഷത്തോടെ വളർത്തുന്നു, മറ്റേ ഡോക്ടർ ഒരു പന്നിക്കുട്ടിയെയാണ് വളർത്തുന്നത്. അല്ലേ? പന്നിക്കുട്ടിയെ വളർത്തുന്ന ഡോക്ടർ പറഞ്ഞു, ഞാൻ എത്ര നല്ല സോപ്പിട്ട് കുളിപ്പിച്ചു പൗഡറൊക്കെ ഇട്ടേച്ച് ഇതിനെ വിട്ടാൽ ഉടനെ പൈപ്പിന്റെ ഊട്ടിപ്പോകുമെന്ന്. അവിടെ പോയി കിടന്ന് ഉരുണ്ടെങ്കിൽ ഇതിന് സുഖം വരികയുള്ളൂ. അതെ, മറ്റേ ഡോക്ടർ പറഞ്ഞു, ഞാൻ ആടിനെ കുളിപ്പിച്ച് സന്തോഷമായി തുടച്ചു വിട്ടാൽ അത് സെറ്റിയെ പോയി കിടക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആടിന്റെ ഉടമസ്ഥനായ ഡോക്ടർ പറഞ്ഞു, ഈ പന്നിക്കുട്ടിയെ എനിക്ക് താ, ഞാൻ എന്ത് ചെയ്യാം, ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു കൊടുത്തു. ഹല്ലേലൂയ. കൊണ്ടുപോയി രണ്ട് മൃഗത്തെയും ഓപ്പറേഷൻ ചെയ്തു. ആട്ടിൻകുട്ടിയെ ഓപ്പറേഷൻ ചെയ്തു, അത് പന്നിക്കുട്ടിയെ ഓപ്പറേഷൻ ചെയ്തു. പന്നിക്കുട്ടിയുടെ ഹാർട്ട് എടുത്ത് ആട്ടിൻകുട്ടിക്കും, ആട്ടിൻകുട്ടിയുടെ ഹാർട്ട് എടുത്ത് പന്നിക്കുട്ടിക്കും വെച്ചു. കാര്യമെല്ലാം ക്രമീകരിച്ചു. അത് ചില ദിവസങ്ങൾ, ആഴ്ചകൾ അതിനെ പരിപാലിച്ചു. എല്ലാം സുഖമായ ശേഷം മറ്റേ ഡോക്ടറെ വിളിച്ച് അദ്ദേഹത്തിന്റെ പന്നിക്കുട്ടിയെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞുമില്ല. അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി പതിവ് പോലെ ഇതിനെ കുളിപ്പിച്ച് അതിനെ വിട്ടു. അതോടിച്ചെന്ന് സെറ്റിയേൽ കയറി കിടന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അതിശയം, ഇവിടെ ഇതുവരെ എൻ്റെ പന്നിക്കുട്ടി എന്റെ മേത്തേ കയറി കിടന്നിട്ടില്ല, ഇത് വന്ന് കിടക്കുന്നു. അടുത്തത് ആട്ടിൻകുട്ടിയെ കുളിപ്പിച്ച മറ്റേ ആള് വിട്ടു. അത് നേരെ പോയത് വേണം പൈപ്പിന്റെ ചുവട്ടിലേക്ക്. അതുകൊണ്ട് ആദ്യം വേണ്ടിയത് ഹൃദയത്തിൽ ഒരു പരിച്ഛേദന നടക്കും. ഒരു ഓപ്പറേഷൻ വേണ്ടത് എവിടാ? ഹൃദയത്തിൽ ഒരു ഓപ്പറേഷൻ നടത്ത്. അതിനെ ക്രമപരിപാലനത്തിൽ എത്താത്ത കാലത്തോളം പന്നിക്കുട്ടിയുടെ സ്വഭാവവും അവൻ ആട്ടിൻകുട്ടിയുടെ സ്വഭാവവും ചെയ്യും. അതുകൊണ്ട് സമയം തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിർത്താനും പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിന്റെ ശ്രേഷ്ഠമേറിയ അവസ്ഥയിൽ ദൈവം വെളിപ്പെട്ടത് പർവ്വതത്തിലാണ്. അതെ, ചില പർവ്വതവാസികളെ നമുക്ക് കാണാൻ കഴിയും. കർമ്മേലിനെ കുറിച്ച് നോക്കിയാൽ പർവ്വതവാസിയായ ഒരു മനുഷ്യനുണ്ട്. ആളിനെ എല്ലാവർക്കും പരിചയം. ആരാ? ഏലിയാവ്.
മോശ ഹല്ലേലൂയ സീനായ് മലയുടെ വാസകനായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഏലിയാവിനൊരു വാസസ്ഥലമുണ്ട്. എവിടാന്നറിയാമോ? അവൻ കർമ്മേലിന്റെ കൊടുമുടിയിലാണ്. ആമേൻ. അതുമാത്രമല്ല, അവന്റെ ശിഷ്യനായ ഏലിശയും അവിടെ തന്നെ ഏലിയാവിന് ശേഷം പാർത്തത് കാണുവാൻ കഴിയും. ഈ കർമ്മേലിന്റെ കൊടുമുടിയിൽ ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ഇരിക്കുന്ന ഒരവസരമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രയേലിലെ രാജാവ് അസ്വസ്ഥനായപ്പോൾ തന്റെ ആളുകളെ പറഞ്ഞ്, പട്ടാളത്തെ പറഞ്ഞ് എന്ത് ചെയ്യണം? എക്രോനിലേക്ക് വിട്ടു. എന്തിന്? അവിടെ ചെന്ന് അവിടെയുള്ള മന്ത്രവാദിയോടും ശകുനവാദികളോടും ഒക്കെ ചോദിച്ച് എന്ത് ചെയ്യണം? അസ്വസ്ഥതയ്ക്ക് മാറ്റം വരുമോ ഇല്ലയോ എന്നറിയാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഹല്ലേലൂയ പെന്തക്കോസ്തിൽ ആരാധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ മന്ത്രവാദി എടുക്ക പോവുകയും ചെയ്യുന്ന ഒരു നല്ല ഗ്രൂപ്പുണ്ട്. വീട്ടിലൊരാൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഇന്നാള് പാസ്റ്റർ പറഞ്ഞതുപോലെ കാക്കാത്തി പറഞ്ഞെന്ന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇറങ്ങിപ്പോ പിശാചേ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് തയ്യാറില്ല, നീ പുറത്തു പോ പിശാചേ എന്ന് പറഞ്ഞു. നല്ല മാന്യ കുടുംബത്തിൽപ്പെട്ടതാ. ഹല്ലേലൂയ. നോക്കണം, ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും, പിന്നെന്ത് ചെയ്യും? കാക്കാത്തിന്റെ അടുക്കൽ പോവുകയും ചെയ്യും. ഇങ്ങനെ വഷളത്വമുള്ളതിന്റെ നടുവിൽ ദൈവമക്കൾ ധീരതയോടെയായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനെ ആരാധിക്കുന്ന ജനം ഹല്ലേലൂയ എക്രോനിലേക്ക് പോവുകയാണ്. രാജാവ് ആ പട്ടാളത്തെ അയച്ചിരിക്കുകയാണ്. ചെല്ലു. ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിയോടെ നിൽക്കുന്ന ഏലിയാവ് ഇറങ്ങി വന്ന് പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോകുവീൻ. വലിയ പട്ടാളത്തെ ഒരൊറ്റ വ്യക്തി നിന്നും കൊണ്ട് തടഞ്ഞ് അതിനെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, നീ ചെന്ന് പറ, നിന്റെ യജമാനൻ കേറിയ കട്ടിലെന്ന് ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. നോക്കൂ, ഇന്ന് ദൂത് പറയാൻ പലർക്കും എന്തുവാ പേടിയ? തൂത്ത് തലോടി പറയുന്ന കാലമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞെങ്കിലേ ഗാന്ധി തല കൈ വരത്തുള്ളൂ. ഹല്ലേലൂയ. ഗാന്ധി തല കൈ വേണോ? തൂത്ത് നിൽക്കണം. തൂത്ത് പറയുന്നതല്ല ദൂത്. അരുളപ്പാട് പറയുന്നതാണ് ദൈവത്തിന്റെ ദൂത്. അവനെന്ത് ചെയ്തു? രാജാവ് പട്ടാളത്തെ അവൻ പറഞ്ഞു ഇട്ടു. അവർ ചെന്നപ്പോൾ രാജാവ് ചോദിച്ചത്, നിങ്ങൾ ഇത്രയും വേഗം വന്നത് എന്താ? അല്ലേ, ഞങ്ങളെ വഴിയിൽ ഒരുത്തൻ തടഞ്ഞു. ഞങ്ങളെ വഴിയിൽ ഒരുത്തൻ തടഞ്ഞു. അല്ലേ, അവൻ ആരാണ്? അവന് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഒരു കാട്ടാളനെ പോലെ ഒരുത്തൻ ജടയും മുടിയും ധരിച്ച് മരവുരുക്കൾ ധരിച്ച് നിൽക്കുന്ന ഒരു വീരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ജനമേ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ വാക്കനുസരിച്ച് അവന്റെ പ്രമാണത്തിൽ നിൽക്കുകയാണെങ്കിൽ യോശുവയോട് പറഞ്ഞതുപോലെ നിന്റെ ജീവകാലത്തിൽ ഒരിക്കൽ പോലും ഒരുത്തൻ നിന്റെ നേരെ നിൽക്കത്തില്ല. ദൈവമക്കളെ, നാം ആരാണെന്നും എന്തിനായിട്ട് നമ്മൾ വിട്ടു എന്ന് പറഞ്ഞ് ദൈവസേവയിൽ വർദ്ധിച്ചു വരുവാൻ കഴിയുമെങ്കിൽ ധന്യരാകുവാൻ കഴിയും. അല്ലെ, രാജാവ് ചോദിക്കുകയാണ്, അവനെ അറിയില്ലേ? ഇല്ല. ഹല്ലേലൂയ. അവന്റെ രൂപം എങ്ങനെ ഇരിക്കുന്നു? അവന് മരം ചതച്ച് അവൻ വസ്ത്രമായി ഉടുത്ത ഒരുവന്. ഹല്ലേലൂയ. മറ്റൊരു നിലയിൽ അവന്റെ ജടയും മുടിയും വളർന്ന ഒരു കാട്ടാളനാണെന്ന് പറഞ്ഞു. രാജാവ് പറയുകയാണ്, നിങ്ങളെ തടഞ്ഞു വിട്ടത് ഏലിയാവല്ലാതെ മറ്റാരുമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവിന് പട്ടാളത്തിന് പരിചയമില്ലെങ്കിലും രാജാവിന് പരിചയമുണ്ട്. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, ഏലിയാവല്ലാതെ മറ്റാരും ഇത് ചെയ്യയില്ലെന്ന് പറഞ്ഞു. ഏലിയാവിനെ പിടിക്കുവാൻ പർവ്വതത്തിന്റെ താഴ്വരയിൽ പട്ടാളം 50 അവരുടെ അധിപതി ഒരുവനുമായി ചെന്നപ്പോൾ തീയോടവൻ കൽപ്പിച്ചു, തീയ് നീ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് ഈ വരുന്ന 50നെയും ദഹിപ്പിക്കാൻ. ഏലിയാവും ഏലിശയും ഒക്കെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ കോപം നിറഞ്ഞവരാണ്. എടുത്ത വാക്കിലെന്ത് ചെയ്യും? പറയും കർത്താവിന്.
ഏലിശയെ കളിയാക്കി. മൊട്ടത്തലയാ. ഏലിശ തിരിഞ്ഞ് കുറേ നേരമായി പറഞ്ഞു, കാട്ടിലോട്ട് നോക്കിയത് പറഞ്ഞു, കരടികളെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഈ പിള്ളേരോട് പ്രതികാരം നടത്തിക്കോളാൻ പറഞ്ഞു പോയി. 42 കരടികൾ വന്ന്, ഹല്ലേലൂയ, ഇവർ 42 പിള്ളേരെ കരടികൾ വന്നും ചെയ്തു, പിടിച്ച് കീറിക്കളഞ്ഞു. ദൈവമക്കളെ, ഹല്ലേലൂയ, പർവ്വതത്തിൽ വസിക്കുന്ന ഏലിയാവിന്റെ നേരെ അവർ പട്ടാളം വന്നു. എന്നാൽ അവിടെ നിൽപ്പാൻ കഴിഞ്ഞില്ല. കാര്യവും പർവ്വതവും അതിന്റെ പരിസരവും വിശുദ്ധമാണ്. വിശുദ്ധമായ പർവ്വതമേടിൽ നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു, ജയകരമായി നടത്തി, പരിപാലിക്കുന്ന ദിവ്യ പരിപാലനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.